നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വർഷങ്ങളായി നടക്കുന്ന സംഘർഷമാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ളത്. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം കടുക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിന് പുറമെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും കൊടുമ്പിരി കൊള്ളുന്നത് ലോക സമാധാനത്തിന് ഭീഷണിയായി മാറുന്നു. യുക്രൈൻ ഇപ്പോൾ റഷ്യക്കെതിരെ കനത്ത ആക്രമണം നടത്തുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് റഷ്യയിലെ തന്ത്രപ്രധാനമായ റിഫൈനറികൾക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇത് റഷ്യയുടെ ഇന്ധന വിതരണത്തെ പോലും സാരമായി ബാധിച്ചു. അതായത് റഷ്യൻ റിഫൈനറികൾ ബോംബിട്ട് തകർക്കുകയാണ്, ഡ്രോണുകൾ ഉപയോഗിച്ച് ബോംബിട്ട് തകർക്കുകയാണ് യുക്രൈൻ ചെയ്തത്. ഇതിൽ റഷ്യ വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നു. റഷ്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇന്ധനം എത്തിക്കാൻ കഴിയാതെ വന്നു. പെട്രോൾ പമ്പുകൾ അടഞ്ഞു കിടക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. എങ്കിൽ പോലും റഷ്യയുടെ പെട്രോൾ പമ്പുകൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ടായി. പെട്രോൾ പമ്പുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. രാജ്യം കടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് പോകുന്ന സാഹചര്യവുമുണ്ടായി. ആ സമയത്തും റഷ്യയ്ക്ക് രക്ഷകനായത് ഇന്ത്യ തന്നെയായിരുന്നു. റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുകയും ഇന്ത്യയുടെ റിഫൈനറികളിൽ പെട്രോളും അതുപോലെ തന്നെ റഷ്യയിലെ ഇന്ധനമായ ഗ്യാസോലൈനും ഒക്കെ ഉൽപ്പാദിപ്പിച്ച് തിരിച്ച് റഷ്യയിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു. അങ്ങനെ റഷ്യയുടെ ഇന്ധന പ്രതിസന്ധി തരണം ചെയ്യാൻ ഇന്ത്യ വളരെയധികം സഹായിച്ചു. അത്രമാത്രം റഷ്യയെ പ്രതിസന്ധിയിലാക്കിയ ആക്രമണമായിരുന്നു യുക്രൈൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയത്. ഡ്രോണുകൾ ഉപയോഗിച്ച് റിഫൈനറികളെ തകർക്കുക, ഇന്ധന ഉൽപ്പാദനം മുടക്കുക, അങ്ങനെ റഷ്യയെ പ്രതിസന്ധിയിലാക്കുക എന്ന ഒരു തന്ത്രമാണ് യുക്രൈൻ സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ വീണ്ടും റഷ്യൻ റിഫൈനറികളെ ലക്ഷ്യമാക്കി യുക്രൈൻ ആക്രമണം നടത്തുകയാണ്. വീണ്ടും ചില റിഫൈനറികൾ തകർന്നു എന്നാണ് റിപ്പോർട്ട്. അതിന് തക്ക മറുപടിയുമായി റഷ്യ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് റഷ്യ യുക്രൈൻ നഗരങ്ങൾക്ക് മീതെ മിസൈൽ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. റഷ്യയും യുക്രൈനും തമ്മിൽ വർഷങ്ങളായി സംഘർഷത്തിലാണെങ്കിലും വലിയ ആക്രമണങ്ങൾ നടന്നിട്ട് നാളുകളേറെയായി. കാരണം യുക്രൈൻ്റെ ഏതാണ്ട് 1/5 ഭൂപ്രദേശവും റഷ്യ ഇപ്പോൾ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ഭൂപ്രദേശം ഇനിയൊരിക്കലും വിട്ടുകൊടുക്കില്ല എന്നാണ് റഷ്യൻ നിലപാട്. എന്നാൽ ആ ഭൂപ്രദേശം തിരികെ വേണമെന്ന നിലപാടിലാണ് യുക്രൈൻ. അമേരിക്കയെ അടക്കമുള്ള രാജ്യങ്ങൾ മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചകൾ അത് പരാജയപ്പെടാനുള്ള കാരണവും ഈ രണ്ട് നിലപാടുകളാണ്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി റഷ്യൻ പട്ടാളം യുദ്ധം ചെയ്യുകയാണ്. യുക്രൈൻ എന്ന ചെറിയ രാജ്യത്തെ വേഗം അവസാനിപ്പിക്കാമെന്നാണ് റഷ്യ കരുതിയത്. പക്ഷേ അത് നടന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈന് നൽകുന്ന പിന്തുണയായിരുന്നു. യുക്രൈന് ആളും അർദ്ധവും അതുപോലെ തന്നെ ആയുധവുമെല്ലാം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നൽകുന്നുണ്ട്. റഷ്യയോട് പിടിച്ചു നിൽക്കാൻ വേണ്ടതെല്ലാം യുക്രൈന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുക്രൈന് യുദ്ധം നീട്ടിക്കൊണ്ടു പോകണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ അടിയറവ് വെച്ചുകൊണ്ട് വീണ്ടും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് റഷ്യ. തങ്ങൾ ആക്രമിച്ച് കീഴടക്കിയത് റഷ്യയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനി ഒരിക്കലും യുക്രൈന് നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് റഷ്യയുടേത്. ലോകമെമ്പാടുമുള്ള ഭൂരിപക്ഷം രാജ്യങ്ങളും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം റഷ്യയ്ക്കുമേൽ ഇപ്പോൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാമ്പത്തിക ഉപരോധം കാരണം റഷ്യയ്ക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് പോലും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും റഷ്യൻ എണ്ണ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ ഇന്ത്യയെ സമീപിച്ച് ഡിസ്കൗണ്ട് റേറ്റിൽ എണ്ണ നൽകാം എന്ന വാഗ്ദാനം നൽകിയത്. ഇന്ത്യ അത് സ്വീകരിക്കുകയായിരുന്നു. അത് സ്വീകരിച്ചതിന് ശേഷമാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഇന്ധന വ്യാപാരത്തിൻ്റെ അളവ് കൂടിയത്. ഇത് അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും അടക്കം ചൊടിപ്പിച്ചിട്ടുണ്ട്. പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ നയത്തെ എതിർത്തിരുന്നതാണ്. ഇന്ത്യ ഒരിക്കലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഇന്ത്യ എന്തുകൊണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയെന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഇപ്പോൾ പറയുകയാണ് പോളണ്ട്. മാത്രമല്ല യുക്രൈനെ തീർത്ത് കെട്ടാനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പലവട്ടം ആണവായുധങ്ങൾ കയ്യിലെടുത്തതാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. അത് തടഞ്ഞത് സാക്ഷാൽ നരേന്ദ്രമോദിയും.
പോളണ്ടിൻ്റെ വിദേശകാര്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തോടായി വിളിച്ചു പറഞ്ഞത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആക്രമണം, ആ സംഘർഷം അത് മൂത്തുവരികയാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ലോകം വലിയ കെടുതികളെ നേരിടേണ്ടി വരും. അതിൻ്റെ കാരണം അങ്ങേയറ്റം യുക്രൈൻ റഷ്യയെ പ്രകോപിപ്പിക്കുകയാണ്. വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പക്കലുള്ള ആണവായുധം കയ്യിലെടുത്തതാണ്. ഒരൊറ്റ ആക്രമണം കൊണ്ട് യുക്രൈനെ തീർത്തുകെട്ടാൻ പുടിൻ തീരുമാനിച്ചുറപ്പിച്ചു. പക്ഷേ ഇടപെട്ടത് നരേന്ദ്രമോദിയാണ്. ആണവായുധം കൊണ്ട് കളി വേണ്ട എന്ന് ഈ നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനെ ഉപദേശിച്ചു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം അത് അങ്ങേയറ്റം ഊഷ്മളമാണ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇന്ത്യ റഷ്യ ബന്ധത്തിന്. പതിറ്റാണ്ടുകളുടെ ആയുധ വ്യാപാര ബന്ധമുണ്ട് ഇന്ത്യക്കും റഷ്യയ്ക്കും തമ്മിൽ. മാത്രമല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്തായി വ്യാപാര ബന്ധവും, പ്രതിരോധം മാത്രമല്ല മറ്റു മേഖലകളിലെ വ്യാപാര ബന്ധവും വർദ്ധിച്ചിരിക്കുകയാണ്. ഉപരോധങ്ങൾ കാരണം പ്രതിസന്ധിയിലായ റഷ്യയുടെ എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറായത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ചെറുതായിട്ടൊന്നുമല്ല സഹായിച്ചത്. അതുകൊണ്ട് തന്നെ പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ എണ്ണ വാങ്ങലിനെ എതിർത്തിരുന്നു. എന്നാൽ പോളണ്ട് വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ട് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു എന്നാണ്. ഏതാണ്ട് 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഭാരതം. ഈ ഭാരതത്തിൽ എണ്ണ ഒരിക്കലും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, മുഴുവനും ഇറക്കുമതിയാണ്. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് റേറ്റിൽ എണ്ണ ലഭിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഇനി തങ്ങൾക്ക് അതിനെക്കുറിച്ച് വിമർശിക്കാൻ കഴിയില്ല എന്ന് പോളണ്ട് പറയുന്നു. മാത്രമല്ല ഈ ആണവായുധം കയ്യിലെടുത്ത വ്ളാഡിമിർ പുടിനെ തടഞ്ഞത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ് എന്നും പോളണ്ട് വിദേശകാര്യ സഹമന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. നരേന്ദ്രമോദിയെ കേൾക്കാതിരിക്കാൻ റഷ്യയ്ക്ക് കഴിയില്ല, വ്ളാഡിമിർ പുടിന് കഴിയില്ല. പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യയും റഷ്യയും. അതോടൊപ്പം ഇപ്പോൾ വ്യാപാര ബന്ധമടക്കം ഊഷ്മളമായിരിക്കുന്നു. റഷ്യയ്ക്ക് അനുകൂലമായി ഒട്ടനവധി കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് അനുകൂലമായി റഷ്യയും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു. എന്നാൽ അത് പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയെയും നരേന്ദ്രമോദിയെയും പ്രശംസിച്ചിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെ സ്വാധീനിക്കാൻ അങ്ങനെ ആരും പ്രയാസപ്പെടേണ്ട എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കണം. ഈ തരത്തിൽ ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാവുകയാണ്. ഇതിനിടയിലാണ് മേഖലയിൽ ആണവായുധം പ്രയോഗിക്കപ്പെടാനുള്ള സാധ്യത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ട് തടഞ്ഞു എന്ന വെളിപ്പെടുത്തൽ വരുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇനി രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിച്ചു കഴിഞ്ഞാൽ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനായിരിക്കും ലോകരാജ്യങ്ങളുടെ ശ്രമം. യുദ്ധത്തെ ഒരു തരത്തിലും ഇന്ത്യ പിന്തുണച്ചിട്ടില്ല. ഇന്ത്യ ഈ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യുദ്ധത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ഒരുപോലെ ഇന്ത്യ സംസാരിച്ചിട്ടുണ്ട്. വ്ളാഡിമിർ പുടിനോടും അതുപോലെ തന്നെ വ്ളോഡിമിർ സെലൻസ്കിയോടും ഇന്ത്യ സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേരോടും ഇന്ത്യ പറഞ്ഞത് ഇത് യുദ്ധത്തിൻ്റെ സമയമല്ല എന്ന് തന്നെയാണ്. സമാധാന ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. ഇന്ത്യയുടെ സഹായം അതിന് ഏതെങ്കിലും രാജ്യങ്ങൾ തേടിയാൽ ഇന്ത്യ അത് നൽകും എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും റഷ്യ യുക്രൈൻ സംഘർഷം അത് വീണ്ടും വർദ്ധിക്കുകയാണ്. ഇരു രാജ്യങ്ങളും പ്രകോപിപ്പിക്കപ്പെടുകയാണ് പരസ്പരം. യുക്രൈനാണ് ഇതിൽ വലിയ പ്രകോപനം നടത്തിയിരിക്കുന്നത്. എണ്ണ സംഭരണശാലകൾ, അതായത് റിഫൈനറികൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു. ഇന്ത്യൻ റിഫൈനറികളുടെ കപ്പാസിറ്റി അധികമായതിനാൽ റഷ്യയ്ക്ക് അത് തുണയായി മാറുകയായിരുന്നു. ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ശേഷം സ്വന്തം റിഫൈനറികളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നേരെ റഷ്യയ്ക്ക് കയറ്റുമതി ചെയ്യുക എന്ന പ്രവർത്തനമാണ് ഈ അടുത്ത കാലത്ത് നടന്നത്. അങ്ങനെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് യുക്രൈൻ കനത്ത ആക്രമണം അവരുടെ റിഫൈനറികൾക്ക് നേരെ നടത്തിയിരിക്കുന്നത്. ഇത് റഷ്യയ്ക്ക് മേൽ വലിയ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നു. റഷ്യ കനത്ത ആക്രമണം ഇനി ഇതിനു പകരമായി റഷ്യൻ നഗരങ്ങളിൽ അല്ലെങ്കിൽ യുക്രൈൻ നഗരങ്ങളിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ്.